അപ്പോൾ മക്കളെ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് റൂമിലോട്ടാണ് കേട്ടോ. ഇന്ന് എനിക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഒരു മൂഡില്ലായിരുന്നു. അത് മാത്രമല്ല ഇന്ന് എൻ്റെ കുക്കിംഗ് ഡേയും കൂടിയാണ്. അതുകൊണ്ടാണ് ഡ്യൂട്ടി കഴിഞ്ഞ പാട് ഞാൻ വേഗം റൂമിലോട്ട് എത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ കിച്ചണിലോട്ട് പോയത്. കിച്ചണിലെത്തി ഇന്ന് എന്ത് കറി ഉണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് 2 പാവക്ക കിട്ടിയത്. അപ്പോൾ ഇന്ന് പാവക്ക കറി ഉണ്ടാക്കാന്നുള്ള തീരുമാനത്തിലായി. അങ്ങനെ എല്ലാവരും എടുത്തു വെക്കുന്ന പോലെ തന്നെ തക്കാളിയും പച്ചമുളകും അതുപോലെ സവാളയും പാവയ്ക്കും എടുത്തു വെച്ച് കട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ നാളേക്കൊക്കെ ഉച്ചക്ക് കഴിക്കാനുള്ള കറിയാണ്. അങ്ങനെ പാവക്കെല്ലാം വെട്ടിക്കൂട്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നേരെ തിളപ്പിക്കാൻ വെച്ചിട്ടോ. അത് തിളപ്പിച്ചതിന് ശേഷം പാവക്ക അതിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. പാവക്കന്റെ കയ്പ് കുറയാനും അത് മാത്രമല്ല നമുക്ക് കറി വേറെ റെഡി ആവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ആ ഒരു സമയം കൊണ്ട് സവാളയും തക്കാളിയും ഞാൻ നന്നായിട്ട് വെട്ടിക്കൂട്ടി റെഡിയാക്കിയിട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മളെ പാവക്ക ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. റെഡിയായ പാവക്ക എടുത്ത് മാറ്റി വെച്ചിട്ട് പുതിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ചു നേരം വാട്ടാൻ വെച്ചു. ഇത് പുതിയ റെസിപ്പിയാണോ പഴയ റെസിപ്പിയാണോ എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. കാരണം ഇതുപോലെയാണ് ഞങ്ങൾ കറി ഉണ്ടാക്കുമ്പം ആദ്യം ചെയ്യാറുള്ളത്. ഉള്ളി പച്ചമുളക് തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് ആദ്യം ഇതുപോലെ വേവിച്ചെടുക്കും. ഇതിന്റെ ഇടയിലാണ് നമ്മുടെ സുഹൈൽ അവർക്കുള്ള ഫുഡുമായിട്ട് വന്നിട്ടുള്ളത്. ഫുഡ് അവിടെ വെച്ച് അവൻ റൂമിൽ പോയ തക്കത്തിന് ഞാനൊന്ന് എടുത്തു നോക്കിട്ടോ. നല്ല അടിപൊളി മണം. അപ്പൊ എന്തായാലും എനിക്ക് ഫുഡ് കഴിക്കാനുള്ള മൂഡ് വന്ന് അങ്ങനെ നമ്മളെ സ്റ്റൗമിൽ ഞാനൊരു പാത്രം കൂടി വെച്ചിട്ട് നേരെ നമ്മളെ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഉച്ചക്ക് നിയാദ് വന്ന് അരിഞ്ഞു വെച്ചതാണിത് ഉപ്പേരി ഉണ്ടാക്കാൻ. അപ്പൊ കറിന്റെ കൂടെ നമ്മൾ ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇന്ന്. അപ്പോഴേക്കും നമ്മൾ ആദ്യം വെച്ച ഉള്ളി വാടി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അതിന്റെ കൂടെ 2-3 പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത പാത്രത്തിൽ നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചെറുതായി ചൂടായതിനു ശേഷം ലേശം കടുകും അതിലേക്ക് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുത്തു. കടുക് ഇട്ടപ്പോഴാണ് മനസ്സിലായത് എണ്ണ കാര്യപ്പെട്ട് ചൂടായിട്ടില്ല എന്ന്. എങ്കിലും ഞാൻ ആ ബീട്രൂട്ട് അരിഞ്ഞു വെച്ച ബീട്രൂട്ട് കംപ്ലീറ്റ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിന്റെ കൂടെ 2 പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടുകൊണ്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തു. അടുത്തത് നമ്മൾ പാവക്കറിക്കുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ട് ലേശം ഉപ്പൊക്കെ ഇട്ട് അതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് നമ്മളെ പാവക്ക പുഴുങ്ങിയത് അതിലേക്ക് നേരെ ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഉപ്പേരിയും അതുപോലെ പാവക്ക കറിയും റെഡി ആയിട്ടുണ്ട്. കിച്ചണിൽ കുക്കിങ്ങിന് കയറി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീർക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ പരിപാടി എത്രയും പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. നമ്മൾ ഈ പരിപാടി തീർന്നപ്പോഴാണ് സുഹൈലും നിഹാദും കൂടി ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ടേബിൾമേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനൊന്ന് കുളിക്കാൻ പോയി ഫ്രഷ് ആയി വന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ മൂടില്ലാത്ത ഞാൻ ഇവരുടെ കൂടെ ഇരുന്ന് കണ്ട് ഒരു പീസ് ചിക്കനും ഒരു കുബൂസും കൂട്ടിയിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടോ. അങ്ങനെ നമ്മളെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 11:15 ആയിട്ടുണ്ട്. റൂമിലെത്തി ഒരു അരമണിക്കൂർ TV കണ്ടിട്ട് കിടക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.